നമസ്തേ, വെൽക്കം ടു ആനീസ് കിച്ചൺ ആൻഡ് യു ആർ വാച്ചിങ് ആനീസ് കിച്ചൺ വിത്ത് ആനി. ഇന്ന് എന്നാ വിശേഷം എന്നറിയോ? ഇന്ന് തൈപ്പൊങ്കലാണ്. അപ്പോൾ ഈ തൈപ്പൊങ്കൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ആനീസ് കിച്ചണിൽ ഞാൻ അങ്ങനെ സ്പെസിഫൈ ചെയ്ത് ഒരു ഡിഷും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ എന്നാന്ന് വെച്ചാൽ നമ്മൾ കേട്ട് ഒരുപാട് പരിചയമുണ്ട് അല്ലേ? തമിഴിലാണ് ഏറ്റവും കൂടുതൽ ആചരിക്കുന്നത് പൊങ്കൽ. നമ്മൾ ഏറ്റവും കൂടുതൽ പരിചയപ്പെടുന്നതും തമിഴ് കൾച്ചറിൽ കൂടിയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് എനിക്ക് വലിയ അറിവില്ല. പക്ഷേ നമുക്ക് എൻ്റെ ആനീസ് കിച്ചണിലൂടെ ഏറ്റവും പരിചിതനായ, ഇപ്പം നമ്മുടെ ഇടയിലില്ല, എൻ്റെ മണിയേട്ടൻ, അതായത് രാജാ മണിച്ചേട്ടൻ്റെ വൈഫ് ബീനേച്ചിയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ സ്പെഷ്യലിനെ കുറിച്ചും ഇന്നത്തെ എന്താ പറയുക ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷിൻ്റെ മെയിൻ റെസിപ്പി തന്നതും ബീനേച്ചിയാണ്. ബീനേച്ചി ശരിക്കും അതിൻ്റെ ഐതിഹ്യം ചോദിച്ചപ്പോൾ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഇത് ശരിക്കും തൈപ്പൊങ്കൽ എന്ന് പറയുമ്പോൾ നേച്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പൂജയാണ്. അതായത് പശുക്കളെ ആരാധിക്കുക, നേച്ചറിനെ ആരാധിക്കുക, അതാണ് അവരുടെ ബേസ് ആയിട്ട് ചെയ്യുന്നത്. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ ഈ വെൺപൊങ്കലും ശർക്കരപ്പൊങ്കലും ഒരു കൂട്ടിൻ്റെ കാര്യം കൂടെ പറഞ്ഞു, അതെനിക്ക് ഓർമ്മയില്ല. ഈ 3 പ്രസാദവും കൂടെ വെച്ചതിന് ശേഷം സൂര്യൻ ഉദിക്കുമ്പോൾ കർപ്പൂരം കാണിച്ച് ഭഗവാന് നേദിക്കുന്നതാണ് ഈ പ്രസാദം. അതിൻ്റെ വെൺപൊങ്കൽ എന്ന് പറഞ്ഞ റെസിപ്പിയാണ് ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് ശർക്കര പൊങ്കലുണ്ട്. അത് ശരിക്കും എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ പൊങ്കാല പായസം ഇടുന്നതിൻ്റെ ഒരു വേറെ വേർഷനാണ്. കുറച്ച് കാര്യങ്ങൾ ചേർക്കാറില്ല, കുറച്ച് കാര്യങ്ങൾ ചേർക്കാറുണ്ട്. അങ്ങനത്തെ ഒരു വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ എന്നാന്ന് വെച്ചാൽ ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ശർക്കര പൊങ്കലല്ല, ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വെൺപൊങ്കലാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ആചാരമൊക്കെ ബിനേച്ച് പറയുന്നത് വെച്ചാൽ നമുക്ക് ഒത്തിരി പഴക്കം എന്ന് പറയില്ല. ഒത്തിരി പഴക്കം എന്ന് വെച്ചാൽ 100,000 അങ്ങനെ ഒന്നും പറയാൻ ഒക്കത്തില്ല. പറയാൻ പറ്റാത്ത പഴക്കം ഉള്ള അന്ന് തൊട്ട് തുടങ്ങിയ ഒരു ആചാര രീതിയാണ് ഇത് എന്നാണ് ബിനേച്ചി പറഞ്ഞു തരുന്നത്. ശരിക്കും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ ആഗ്രഹമുള്ളതുകൊണ്ടും നമ്മളൊരു കാര്യം എന്തെങ്കിലും ഒന്ന് അറിഞ്ഞാൽ അതിൻ്റെ ബിഹൈൻഡും കൂടെ അറിയുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ചുള്ള അറിവ് കുറച്ച് കൂടുതൽ കിട്ടുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എനിക്കിഷ്ടമാണ്. അതിനെപ്പറ്റി പഠിക്കാൻ ഒത്തിരി ആയില്ലേലും ഒരു ഇച്ചിരി ഒരു അറിവ് അത്രയും മതി. അല്ലാതെ നമ്മൾ വലിയ മിടുക്കിയായിട്ടൊന്നും ആക്കാനൊന്നുമല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ വെൺപൊങ്കൽ ഏറ്റവും എളുപ്പമാണ്, ഏറ്റവും നന്നായി ചെയ്യാൻ. എന്താ പറയുക, ഒരു സ്പൈസി ആണോ എന്ന് ചോദിച്ചാൽ ആണ്. സ്പൈസി ഇൻ ദ സെൻസ് നമ്മളിപ്പോൾ ചിക്കൻ കറി മീൻ കറിയൊക്കെ വെക്കുന്ന പോലെ അങ്ങനെയല്ല. എന്നാൽ തൈര് സാധമാണോ എന്ന് ചോദിച്ചാൽ തൈര് സാധമല്ല, അതിനെക്കാട്ടിൽ കുറച്ചുകൂടെ ഒരു എരിവുള്ളൊരു സാധനം. അപ്പം നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ ഇത് ഉണ്ടാക്കാറില്ല. പക്ഷേ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുന്നത് നല്ലതാണ്. ഒരു കൾച്ചർ, അതായത് ഞാൻ പറയട്ടെ, ഈ പറഞ്ഞു തന്ന ഒരു ഐതിഹ്യം വെച്ച് നോക്കുവാണെങ്കിൽ നമ്മളെല്ലാം അല്ലേ ഈ പഞ്ചഭൂതങ്ങളിൽ ഡിപ്പെൻഡഡ് ആണ്. അപ്പം അതുകൊണ്ട് ആ ഒരു കൾച്ചർ പഠിക്കുന്നുണ്ടോ അല്ല അത് ആചരിക്കണം എന്ന് ഞാൻ പറയില്ല. അത് എല്ലാ തൈപ്പൊങ്കലിനും നമ്മളും ചെയ്യണം എന്ന് ഞാൻ പറയില്ല. പക്ഷെ പറ്റുകയാണെങ്കിൽ ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷെ ആരാ വെളുപ്പാങ്കാലത്ത് എണീച്ചേച്ച് ഈ പറഞ്ഞ പോലെ വെൺപൊങ്കലും ശർക്കര പൊങ്കലും ഒക്കെ ഉണ്ടാക്കാൻ മെനക്കിടുന്നത്? നല്ലൊരു സമയം ഉണ്ടെങ്കിൽ അപ്പം ഭഗവാന് ഈ പ്രസാദം നേദിക്കുന്ന, കർപ്പൂരം കാണിച്ച് നേദിക്കുന്ന പരിപാടിയുണ്ട്. അപ്പം നമുക്കൊന്ന് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ, ഇഷ്ടമുള്ളവർക്ക്. എല്ലാവരെയും ഞാൻ നിർബന്ധിക്കുകയില്ല. അപ്പോൾ എന്നാന്ന് വെച്ചാൽ ഏറ്റവും എളുപ്പമായി സാധനം ചെയ്യാനായിട്ട് ഇത് ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ആവശ്യമുള്ള സാധനങ്ങൾ ആദ്യം അറിയണം. ഫസ്റ്റ് ഇവിടെ ഞാൻ വെച്ചേക്കുന്നത് കണ്ടോ, ഇത് ശരിക്കും നമ്മുടെ പച്ചരിയില്ലേ, അല്ലെന്നുണ്ടെങ്കിൽ പൊങ്കൽ റൈസ് എന്നും പറഞ്ഞൊരു റൈസ് കിട്ടും. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന്. അതായത് 1 ഗ്ലാസ് അരിക്ക് 1/2 ഗ്ലാസ് പരിപ്പാണ് വേണ്ടത്. ഇത് പയറ് പരിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ആ കണക്ക്. ചിലർ 1:1 തന്നെ ഇടാറുണ്ട്, ചിലർ ഈ കണക്ക്. പക്ഷെ ബീനേച്ചി പറഞ്ഞു തന്നെ ഈ കണക്കിനാണ് ഞാൻ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഇത് അരമണിക്കൂർ മുമ്പേ നമ്മൾ കുതിർത്ത് വയ്ക്കണം. നെക്സ്റ്റ് വേണ്ടത് കുറച്ച് കായമാണ്. ഇത് കായപ്പൊടിയാണ്. പിന്നെ വേണ്ടിയത് കുറച്ച് അണ്ടിപ്പരിപ്പ്, എരിവ് കണക്കാക്കിയിട്ടുള്ള പച്ചമുളക്, പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി ഇഞ്ചിയാണ്. ഇതൊക്കെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിയണേ. ചതയ്ക്കാനോ അല്ലെങ്കിൽ മിക്സിയിൽ അരയ്ക്കാനോ പറ്റിയല്ല. ഇതൊക്കെ അരിഞ്ഞെടുക്കാനേ ഒക്കത്തുള്ളൂ. വലിയ കഷ്ണമായിട്ട് അരിയരുത്. എന്നാന്ന് വെച്ചാൽ അത് കാണുകയും ചെയ്യും. ഇത് വിസിബിൾ ആയിരിക്കരുത്, പക്ഷെ എൻ്റെ ടേസ്റ്റ് വരുകയും വേണം. അത്രയും കുഞ്ഞായിട്ട് അരിഞ്ഞാൽ അത്രയും നല്ലത്. പിന്നെ വേണ്ടിയത് കടുക് വറുക്കാനുള്ള സാധനം വറ്റൽമുളക്. പിന്നെ ഉള്ളത് കുറച്ച് കുരുമുളക്, തനി കുരുമുളകായിട്ട് തന്നെയാണ്. പിന്നെ വേണ്ടിയത് ഒരു സാധാ ജീരകം, നമ്മൾ തോരനൊക്കെ അരയ്ക്കത്തില്ലേ, ആ ജീരകം. ഇത് കടുക് വറുക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാ നെയ്യ്, അതിൻ്റെ കൂടെ തന്നെ റിഫൈൻഡ് ഓയിൽ. ഇത് 50-50 ബേസിസ് ഉപയോഗിക്കാം. അതല്ല നെയ്യ് മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. നെയ്യിൽ മാത്രം ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആട്ടോ. പിന്നെ നമുക്ക്
ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് വേണം. ഇത് ഞാൻ പറഞ്ഞ അരി ഏതാ, ഞാനത് മിക്സ് ചെയ്തിട്ടല്ലേ അരി ഇപ്പോൾ ഞാൻ കാണിച്ചേ. ഇതാണ് ഒന്നെങ്കിൽ പൊങ്കൽ റൈസ് എന്ന് പറയുക, അതല്ലെങ്കിൽ പച്ചരി. പക്ഷെ നമ്മൾ മേടിക്കുന്നതാണെങ്കിൽ അത്രയും അങ്ങോട്ട് ആവുകയല്ല. ഒന്നെങ്കിൽ പൊങ്കൽ റൈസ് എന്ന് പറഞ്ഞ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ബാസ്മതി റൈസ് ആയാലും മതി. അല്ലാതെ നമ്മളിപ്പം തമിഴ്നാട്ടിലെ സാധനം നമുക്ക് ഇവിടെ കിട്ടണം അങ്ങനെ പറയാൻ പറ്റിയല്ലോ. പിന്നെ ഉള്ളത് ഇത് നമ്മുടെ പയറുപരിപ്പ്. ഇത്രയേ ഉള്ളൂ. ഇനി ഇത് ഭയങ്കര എളുപ്പമാണ് ചെയ്യാനായിട്ട്. ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ കുക്കറിനകത്തോട്ട് ഇത് കുറച്ച് എന്നാന്നറിയോ ഫ്ലഫി ആയിരിക്കും. അങ്ങനെ ഡ്രൈ ആയിട്ട് ബിരിയാണി പോലെ തനി ചോറായിട്ടോ പരിപ്പായിട്ടോ കിടക്കുകയല്ല, കുറച്ചൊരു കുഴഞ്ഞ പരുവ. അപ്പോൾ ഫസ്റ്റ് ഞാൻ നമ്മുടെ കുക്കറിനകത്തോട്ട് ഈ അരിയും പരിപ്പും കൂടെ ചേർക്കും. ഇനി ഈ ചോറിനകത്തോട്ട് നമ്മളൊരു ഇച്ചിരി കായം, ഒരുപാട് വേണ്ട, കായം ചുവയ്ക്കും, അത്രയും വേണ്ട. ഒരു കാലുമല്ല അരയല്ലാത്തൊരളവില്ലേ, ആ സ്ഥലത്തിട്ടാൽ മതി. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് എന്നാന്നറിയോ, വേവുന്നത് നല്ല ടേസ്റ്റാണ്. ബിനേഷ് പറയും മണിയേട്ടന് അത് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നേ. അപ്പം ഞാൻ വിചാരിച്ചു മണിയേട്ടൻ എൻ്റെ ചേട്ടനല്ലേ, അപ്പോൾ ഈ പറഞ്ഞ പോലെ മണിയേട്ടൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ച് അണ്ടിപ്പരിപ്പ്. അല്ലാതെ നമ്മൾ എന്താ പറയുക, കടുക് വറുക്കുന്ന സമയത്ത് ഇച്ചിരി ഇടാം. പിന്നെ എരിവ് അനുസരിച്ച് കുറച്ച് പച്ചമുളക്, അതേപോലെ കുറച്ച് ഇഞ്ചി. അതിൻ്റെ ടേസ്റ്റ് വരണം, പക്ഷെ വിസിബിൾ ആവരുത്. അതേപോലെ ഒരു 2 ടീസ്പൂണോളം ഇട്ടിട്ടുണ്ടേ. ഇനിയിപ്പോൾ എന്നാ വേണ്ടിയെന്ന് വെച്ചാൽ ഇത് വേവാനായിട്ടുള്ളൊരു വെള്ളം ഒഴിക്കണമല്ലോ. ഓക്കെ, അരിന്ന് ഒരു ഇച്ചിരി മുകളിലായിട്ട് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പിടേണ്ടവർക്ക് കുറച്ച് ഉപ്പും കൂടെ ഇടാം. പക്ഷെ ഞാൻ വെന്ത് കഴിഞ്ഞേ ഉപ്പിടുന്നുള്ളൂ. ചിലപ്പോൾ എന്നാന്നറിയാവോ, ചില സമയം കാണും വെന്തില്ലെങ്കിൽ എന്നെ എടുക്കും. പക്ഷെ ഇത്രയും വെള്ളം പോരാ, ഒരു ഇച്ചിരി കൂടെ ഒഴിക്കുവാന്നേ. ഇപ്പോൾ ഏകദേശം അരിന്ന് 1 ഇഞ്ച് മേളിൽ നമ്മുടെ വിരലിൻ്റെ അളവ് എടുക്കുകയെന്നേൽ 1 ഇഞ്ച് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, എന്ന് പറഞ്ഞാൽ അതിന് ഇച്ചിരി മുകളിലായിട്ട് പൊങ്ങി നിൽപ്പുണ്ട്. അപ്പോൾ ഇനി ഇത്രയും വെള്ളം മതി. ഒരുപാട് വെള്ളം ഒഴിച്ച് വാർത്തെടുക്കുക അങ്ങനെയൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ നമ്മൾ തൈര് സാദം വെക്കുകയല്ലേ എന്ന് പറഞ്ഞ പോലെ കുറച്ചൊരു കുഴഞ്ഞ രീതിയിൽ, ഒരുപാട് കുഴയല്ല, കുറച്ച് കുഴഞ്ഞ രീതിയിൽ വേണം ഈ ചോറ് വേവിച്ചെടുക്കാൻ. അപ്പോൾ എന്നാന്ന് വെച്ചാൽ നമുക്ക് ആദ്യം ഇതൊന്ന് വെന്തോട്ടെ. ഇത് ഏറ്റവും എളുപ്പമുള്ള ഒരു പരിപാടി കേട്ടോ. ഇത്രയും എളുപ്പമുള്ള ഒരു സാധനം ഞാൻ ഇന്ന് ആനീസ് കിച്ചണിൽ വെക്കാൻ കാര്യം എന്നാന്ന് വെച്ചാൽ ബേസിക്കലി തൈപ്പൊങ്കൽ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു റെസിപ്പി നമ്മളിന്ന് ഉണ്ടാക്കണം. അതിൻ്റെ കൂടെ ആനീസ് കിച്ചൺ ഫേവറേറ്റ് ഇന്നൊരു മ്യൂസിക് എന്താ പറയുക പ്രോഗ്രാം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. വേറെ ആരുമല്ല വരുന്നത്, മഞ്ചരിയാണ് വരുന്നത്. നിങ്ങളെല്ലാവരും റീൽസിൽ കണ്ടു കാണും. പാട്ടിൻ്റെ ഒരു എന്താ പറയുക, ആസ്വദിക്കാൻ ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ്. പക്ഷെ പാടാൻ കഴിവുണ്ടോയെന്ന് പോലും എനിക്ക് അറിയാൻ മേലാത്ത എന്നെക്കൊണ്ട് ചുമ്മാ 2 വരി പാടിച്ച് നാട്ടുകാരെ പേടിപ്പിച്ച വ്യക്തിയാണ്. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ നമുക്ക് ആ ശിക്ഷയ്ക്ക് തിരിച്ചെന്തെങ്കിലും നമ്മുടെ ആ ഷോയിൽ വരുമ്പോൾ നിറച്ചൊന്ന് പാട്ട് പാടിച്ചാലോ. ആകുമ്പോൾ ഒത്തിരി സമയം വേണം. പാട്ട് ഇങ്ങനെ പെട്ടെന്ന് പാടി പോകാനുള്ളതല്ല, നമുക്ക് എല്ലാവർക്കും ആസ്വദിക്കാനുള്ള. അപ്പോൾ ഏറ്റവും നല്ല എന്താ പറയുക, ഭഗവാന് പ്രസാദം ചെയ്യുന്ന ഏറ്റവും ബ്ലെസ്സിങ്ങും ഐശ്വര്യത്തോടു കൂടിയുള്ളൊരു റെസിപ്പി ആയിക്കോട്ടെ, അതിൻ്റെ കൂടെ ഒരു പാട്ടും കൂടെ ആയാലോ. നമ്മുടെ പ്രഷർ ഞാൻ 2 എണ്ണം എടുത്തേ. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ കൂടുതൽ എടുക്കാം, ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പായസം ആവാൻ പാടില്ല. യെസ്, വേണ്ട, ഈ വേവ് മതി. ഇത് കറക്റ്റാണ് കേട്ടോ. ആ വെള്ളം കൂടുതലും ഇല്ല കുറവുമില്ല, എന്നാതെ ഈ ഒരു ഫ്ലഫിനെസ് ആ ചോറിന് വരുവും വേണം. ഇതാണ് പരുവം. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വെരി സിമ്പിൾ. ഒരു നെയ്യിനകത്ത് കടുക് വറുക്കുക, ഇതിനകത്തോട്ട് ഒഴിക്കുക, അത്രേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ കോമ്പിനേഷൻ എന്നാന്ന് വെച്ചാൽ സാമ്പാറുണ്ട്, വടയുണ്ട്, തേങ്ങാ ചമ്മന്തി ഉണ്ട്, ഇതൊക്കെ ചേർത്തിട്ടാണ് അതിൻ്റെ കോമ്പിനേഷൻ വരിക. പക്ഷേ വരുന്ന കുട്ടിക്ക് ഇതൊക്കെയാണോ കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതിലും നിറവോട് കൂടി കൊടുക്കണം. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇന്ന് വെജിറ്റേറിയൻ ഡേ, അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഞാൻ വെൺപൊങ്കൽ ചെയ്തതേ ഉള്ളൂ. നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും പരിചിതമായിട്ടുള്ള ഒരു രുചിക്കൂട്ടല്ലല്ലോ ഇത്, പക്ഷെ അതും നമ്മൾ പഠിക്കണം. ഇതിനകത്തൊരു ബ്ലെസ്സിങ് മഞ്ചരിക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും, അതുണ്ടാവണം. അതാണ് മലയാളികളുടെ എല്ലാവരുടെയും ആഗ്രഹം. അപ്പോൾ ഒരു ബ്ലെസ്സിങ് കിട്ടാൻ ആനീസ് കിച്ചൺ വഴി കൊടുക്കാൻ പറ്റുവാണെങ്കിൽ എനിക്ക് അതല്ലേ ഏറ്റവും നല്ലത്. അപ്പം ഇച്ചിരി നെയ്യ് ഒഴിക്കുക, അതിനകത്തോട്ട് ഒരു
ഇതിന്റെ കൂടെ തീ ഒന്ന് കുറച്ച് വെച്ച് വേണം ഈ പറഞ്ഞ പോലെ കുരുമുളക് ഇടാനായിട്ട്. പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അതിന്റെ കൂട്ടത്തില് ഒരു ഇച്ചിരി ജീരകം, ഒരു 2 തണ്ട് കറിവേപ്പില. ഇതിനൊന്നും അധികം മൂപ്പില്ല. ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് കാഷ്യൂനട്ടും കൂടെ ഇടുക. ഇച്ചിരി കൂടെ നെയ്യ് ഒഴിക്കാവേ. അതിന് ഇച്ചിരി ഒരു പോരായ്മയുണ്ട് നെയ്യുടെ. പിന്നെ കടുക് അങ്ങനത്തെ സാധനങ്ങളൊന്നും പൊട്ടിത്തെറിക്കാൻ അങ്ങനത്തെ ഒന്നുമില്ല, വെയിറ്റ് ചെയ്യാനൊന്നുമില്ല. ആ കാഷ്യൂനട്ടൊന്നും മൂക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ ജീരകം ഒരുപാട് മൂക്കണ്ട, കരിഞ്ഞു പോകും, പെട്ടെന്നാവും. അപ്പം ഞാനത് തീ ഓഫ് ചെയ്യുക. അതിൻ്റെ കൂടെ നമ്മുടെ ഈ പൊങ്കലിലേക്ക് അങ്ങ് ഒഴിക്കും. ഓക്കെ, ഇത്രേ ഉള്ളൂ വെൺപൊങ്കൽ എന്ന് പറയുന്നത്. പക്ഷെ എനിക്ക് ഈ ഒരു പ്രസാദമായാലും ഡിഷായാലും ഈ ഒരു കൂട്ടായാലും ഞാൻ പഠിച്ചതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. താങ്ക്സ് ടു ബീനേച്ചി. ഇതേപോലെ ഈ പറഞ്ഞ പോലെ തമിഴ് ഡിഷസ് ഇനിയും കുറെ പഠിക്കാനുള്ളൊരു അവസരം ഭഗവാൻ തരട്ടെ. ഇതിന് പക്ഷേ ചുമ്മാ ഇങ്ങനെ അങ്ങ് കൊണ്ട് വെച്ച് കൊടുക്കാൻ ഒക്കത്തില്ല. ഇതിനകത്ത് കോമ്പിനേഷൻ ഉണ്ട്. കോമ്പിനേഷൻ എന്താണെന്ന് വെച്ചാൽ സാമ്പാർ, വട, തേങ്ങാ ചമ്മന്തി, അങ്ങനെ ഒരു മുളക്, അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഇത് സെർവ് ചെയ്യുന്നത്. അപ്പം അതിനായിട്ട് നമ്മൾ ചുമ്മാ ഇങ്ങനെ കൊണ്ട് കൊടുക്കുവാൻ എല്ലാവർക്കും പിടിക്കുകയല്ല. അതിന്റെ കോമ്പിനേഷൻ അനുസരിച്ച് വേണം കൊടുക്കാനായിട്ട്. അപ്പൊ നമുക്കിനി അതിന് പ്രിപ്പയർ ചെയ്യാം. പക്ഷെ ഇതൊക്കെ പ്രിപ്പയർ ചെയ്യാൻ ഒരു ഇച്ചിരി സമയം മതി. പക്ഷെ പാട്ടിന് ഒത്തിരി സമയം വേണം. നമുക്ക് അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. നമസ്തേ. ഇരിക്കൂ. ഭയങ്കര രസമുണ്ട്. സോറി കേട്ടോ. പൊങ്കൽ ആശംസകൾ, മകരവിളക്ക് ആശംസകൾ രണ്ടും ഉണ്ട്. ഇരിക്കും. ഭയങ്കര രസമുണ്ട് കേട്ടോ. ഒരു ദേവിയൊക്കെ വന്നിരിക്കുന്ന മാതിരി ഫീലിംഗ്. ശരിക്കും എന്താ പറയാ, ഇന്ന് ഭയങ്കര എന്താ പറയാ ഭക്തിപരമായിട്ടുള്ള ദിവസമായതുകൊണ്ട് ശരിക്കും ആ ഒരു ഫീലിംഗ് നല്ലോണം എനിക്ക് തോന്നുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. എനിക്കിന്ന് മഞ്ജരി ഇത്രയും ഒരുങ്ങി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് തോന്നുന്നു. മറ്റു ഭയങ്കര പോഷായിട്ടൊക്കെ അല്ലേ കൂടുതലും ഒരുങ്ങുന്നത് സ്റ്റേജ് ഷോയിലൊക്കെ ചെയ്യുമ്പോ. ഐശ്വര്യമായിട്ടേ നമ്മൾ ഇന്ന് അമ്പലത്തിലൊക്കെ പോയി. ഇന്ന് മകരവിളക്കൊക്കെ ആണല്ലോ, അതുകൊണ്ട് അപ്പം ഈ പറഞ്ഞ പോലെ തൈപ്പൊങ്കലാണ്. അപ്പം ഭക്തിപരമായിട്ടിരിക്കുമ്പോ നമുക്ക് ഭഗവാന്റെ ഒരു നല്ല പാട്ട് പാടിയല്ലോ. ശബരിമലയിൽ തങ്ക സൂര്യോദയം, ഈ സംക്രമ പുലരിയിൽ അഭിഷേകം, ഭക്തകോടി തേടിയെത്തും സന്നിധാനത്തിൽ വന്നെത്തുമെൻ്റെ ഹൃദയവും ഉടുക്കും കൊട്ടി. ശബരിമലയിൽ തങ്ക സൂര്യോദയം, ഈ സംക്രമ പുലരിയിൽ അഭിഷേകം, ഭക്തകോടി തേടിയെത്തും സന്നിധാനത്തിൽ വന്നെത്തുമെൻ്റെ ഹൃദയവും ഉടുക്കും കൊട്ടി. ഇതൊക്കെ കേൾക്കുമ്പോ ഉണ്ടല്ലോ, എന്താ പറയാ, നമ്മള് പ്രസന്റ് അങ്ങ് മറന്നിട്ട് ഭഗവാനിലേക്ക് ലയിക്കുന്ന ഒരു ഭയങ്കര ഒരു ഫീലിംഗ്. തീർച്ചയായിട്ടും. കാരണം നമ്മളൊന്നും അങ്ങനെ ഒരുപാട് പ്രാവശ്യം ശബരിമലയിലൊന്നും പോയിട്ടില്ല. എനിക്ക് ആകെപ്പാടെ ഒരു ഓർമ്മയുള്ളൂ, ചെറുപ്പത്തിൽ ഒരു പ്രാവശ്യം പോയൊരു ഓർമ്മ മാത്രമേ ഉള്ളൂ. അപ്പൊ ആ മല കയറുക, അത് രാത്രിയിൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് എല്ലാവരും നടന്ന് വന്ന് മല കയറിപ്പോയി. അന്നൊക്കെ കോരിച്ചൊരിയുന്ന മഴയാണ് ആ സമയത്ത്. അപ്പൊ ഈ ഇരുമുടിക്കെട്ടൊക്കെ എനിക്കിപ്പോഴും ഓർമ്മ, നനഞ്ഞ് ഫുള്ള് ഒലിച്ച് അവസാനം അവിടെ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് മുകളിൽ അവിടെ എത്തി ഡ്രസ്സ് മാറി വേഗം കുളിച്ച് അമ്പലത്തിൽ പോയി ഭഗവാനെ ദർശിച്ചതിന് ശേഷം തിരിച്ചു വന്നപ്പോൾ അതൊക്കെ രാവിലെ ആകുമ്പോൾ തിരിച്ച് മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴാണ് നമ്മൾ കാണുന്നത് മലയുടെ മുകളിൽ ഇത്രയും എന്തൊക്കെയോ ഈ ഇഴജന്തുക്കളൊക്കെ ഉണ്ടല്ലോ. നമ്മൾ രാത്രി കയറുമ്പോൾ ഇതൊന്നും അറിയുന്നില്ല, എങ്ങനെയും മേളിൽ എത്തണം എന്നുള്ള ഒരു ഉദ്ദേശമുള്ളൂ. ഇപ്പൊ ഭയങ്കര ട്രഡീഷണൽ ലുക്കാണ്. പക്ഷെ ഞാൻ TV കാണുമ്പോൾ ഭയങ്കര ഒരു ജഡ്ജിന്റെ എഫക്റ്റ് ആണ്.
അത് എന്ത് ചെയ്യാനാന്നറിയില്ല. എനിക്ക് എവിടെ പോയാലും ഈ സാരി ഉടുത്ത് ഇരിക്കുന്നത് വളരെ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും പറയും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതലും സാരി ഉടുത്ത് അങ്ങനത്തെ ഒരു ഗെറ്റപ്പിൽ ഇരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ ആ ഗൗരവം ആ സൂപ്പർ സ്റ്റാറിന്റെ ഗൗരവമൊന്നുമല്ല, സത്യത്തിൽ സാരി എടുക്കുമ്പോൾ തോന്നുന്നു ഗൗരവമൊക്കെ ആയിട്ട് ഒരു ജഡ്ജ് എന്നൊക്കെ നിലയില് അവരിങ്ങനെ എന്താ പറയാ ജഡ്ജ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഫേസ് എക്സ്പ്രഷൻ ഒക്കെ ഞാൻ കാണാറുണ്ട്. സൂപ്പർ സ്റ്റാർ കിടിലല്ലേ, സൂപ്പർ അല്ലേ? ബിക്കോസ് സൂപ്പർ സ്റ്റാർ കൊണ്ടുവന്നിരിക്കുന്ന ഒരു മാജിക് ശരിക്കും ആസ് എൻ ആർട്ടിസ്റ്റ് നമുക്കായാലും എത്രമാത്രം ആൾക്കാർ പ്രോഗ്രാം കാണുന്നുണ്ട് എന്നുള്ളത്. ഇത് എല്ലായിടത്തും ഇപ്പം ഷോസ് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് അവരെ വാദോരാതെ സംസാരിക്കുകയാണ് സൂപ്പർ സ്റ്റാറിനെ പറ്റിയിട്ട്. അപ്പൊ അത്രയും കാരണം കുട്ടികളും എത്ര ഞാനിപ്പോ ഇത് സെക്കൻഡ് ജൂനിയേഴ്സ് കഴിഞ്ഞിട്ട് സീനിയേഴ്സിൽ ഇരിക്കുന്നത്. അപ്പൊ എത്ര കുട്ടികളാ നന്നായിട്ട് പാടുന്നത്, എത്ര കഴിവുള്ള കുട്ടികളാ അല്ലേ? അതെ. ഇപ്പൊ ഞാൻ മഞ്ജരിയോട് സംസാരിക്കുമ്പോൾ ലാസ്റ്റ് ടൈം ഫസ്റ്റ് സീസണിൽ വന്ന മഞ്ജരിയെക്കാട്ടിലും ഒത്തിരി ചേഞ്ച് ഉണ്ട് മഞ്ജരി. ഐ തിങ്ക് യു ബിക്കം സോ മെച്ചുവർഡ്. ഞാൻ പറഞ്ഞില്ല പക്ഷെ എനിക്കത് കൊറേ പോയിട്ട് ജഡ്ജില് ആയിട്ടായിരിക്കും ഭയങ്കര മെച്ചോറിറ്റി ഫീൽ ചെയ്തത്. മേ ബി എക്സ്പീരിയൻസ് കൊണ്ടും പിന്നെ നമ്മൾ ഇരിക്കുന്ന പാനലിലായാലും നമ്മളെക്കാൾ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെ കൂടെയാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പം അവരുടെ കൂടെ ഒരുപാട് എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ നമ്മളും കുറെ പഠിക്കുന്നുണ്ട്. നമ്മുടെ ബിഹേവിങ് മാറും, നമ്മൾ എങ്ങനെ ആവണം എന്നുള്ളത് നമ്മുടെ ശരിക്കും നല്ലൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ബിക്കോസ് ലൈഫ് തന്നെ നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കും. സോ ഐ ഹാവ് ലേൺഡ് എ ലോട്ട് ഓഫ് തിങ്സ്. എന്റെ ലൈഫ് എക്സ്പീരിയൻസസ് കുറെ കാര്യങ്ങൾ കറക്ഷൻസ് ചെയ്തിട്ടുണ്ട് ഒരുപാട്. ഓഫ് കോഴ്സ് ഞാൻ പിന്നെ മഞ്ജരിയോട് ചോദിക്കണമെന്ന് വിചാരിച്ചാണ്, മഞ്ജരി എന്നുള്ളൊരു പേര് തന്നെ സംഗീതത്തോട് തന്നെ ഉണ്ട് അല്ലേ? വീട്ടില് ശരിക്കും സംഗീതം അത്ര ഇഷ്ടം? ആക്ച്വലി ചേച്ചി മഞ്ജരി എന്നുള്ള പേര് മ്യൂസിക് റിലേറ്റഡ് ആയിട്ട് ഇട്ടതേ ആയിരുന്നില്ല. എന്റെ അമ്മയ്ക്ക് ഒരു സുന്ദരിയായ ഒരു പണ്ട് ദൂരദർശനിൽ ഒരു ന്യൂസ് വായിക്കുന്ന ഒരു ലേഡി ഉണ്ടായിരുന്നു, മഞ്ജരി ജോഷി. അപ്പൊ അവര് എന്നോട് പറയും ഭയങ്കര സുന്ദരിയാണ്. എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ അവരുടെ പേര് ഭയങ്കര സ്ട്രൈക്ക് ചെയ്തു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാൽ ഈ പേരായിക്കോട്ടെ എന്നാണ്. ബട്ട് മഞ്ജരി എന്ന് പറഞ്ഞ രാഗമുണ്ട്. അതപ്പൊ ഞാൻ വിചാരിച്ചു ഇനി വീട്ടില് ഭയങ്കര എല്ലാവർക്കും ഈ സംഗീതത്തോട് ഭയങ്കര ഇഷ്ടമായോണ്ട്. സംഗീതം ഇഷ്ടമാണ്, എന്റെ അമ്മയ്ക്ക് വളരെയധികം ഇഷ്ടമാണ്, അമ്മയുടെ അച്ഛന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ബട്ട് ഇവരാരും ഈ പറഞ്ഞ പോലെ പ്രൊഫഷണലി പാടാനോ അങ്ങനെയൊന്നുമില്ല. മ്യൂസിക് ഒരുപാട് കേൾക്കും, ഒരുപാട് ക്രേസിയാണ് അമ്മ മ്യൂസിക് ക്രേസിയാണ്. ഇല്ല, കേട്ടിട്ടുള്ള. അപ്പൊ ഈ പണ്ട് ചെറിയ ടേപ്പ് റെക്കോർഡറിലൊക്കെ അമ്മ തന്നെ ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. നമ്മള് അവർക്കൊന്നും ആവാൻ സാധിച്ചില്ല. ഇപ്പൊ അമ്മയ്ക്കൊന്നും അങ്ങനെ ഒരു പോപ്പുലാരിറ്റിയിലേക്ക് ഒന്നും പോകാൻ പറ്റിയിട്ടില്ല. ബട്ട് അമ്മ ഈ ടേപ്പ് റെക്കോർഡറിൽ ഞാനിങ്ങനെ കുഞ്ഞിലെ നോക്കുമ്പോൾ അമ്മ മുറിയിൽ ഇരുന്നിട്ട് ടേപ്പ് റെക്കോർഡർ ഓൺ ചെയ്തിട്ട് അത് അമ്മ കുറേ ലിറിക്സ് എഴുതി വെക്കും. എന്നിട്ട് അത് അമ്മ അതിനെ പാടി റെക്കോർഡ് ചെയ്തിട്ട് അമ്മ ഇരുന്ന് കേൾക്കും. അപ്പം ഞാനത് അന്ന് ഒരുപാട് കണ്ടിരുന്നു. സോ അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല. അപ്പൊ ഇന്നത്തെ കാലത്ത് എന്തുമാത്രം ഓപ്പർച്യൂണിറ്റീസ് ആണ് എല്ലാവർക്കും. കറക്റ്റ്. അപ്പൊ എനിക്ക് തോന്നുന്നു അമ്മയുടെ ആഗ്രഹം മഞ്ജരി കൂടെ തീർച്ചയായിട്ടും. അപ്പൊ ഇപ്പൊ ഫസ്റ്റ് അപ്പൊ പഠിപ്പിച്ചു കുഞ്ഞുനാൾ മുതലേ പാട്ട് പഠിപ്പിച്ചു? ഞാൻ 2.5 വയസ്സിൽ എന്നെ പാട്ട് പഠിക്കാൻ കൊണ്ടിരുത്തി. അപ്പൊ മാഷ് പറഞ്ഞു ഈ കുട്ടി ആദ്യം ഒന്ന് ഇരുന്ന് പഠിക്കട്ടെ, എഴിഞ്ഞഴിഞ്ഞു എന്നിട്ട് പാട്ട് പഠിക്കും. അമ്മയുടെ ഒരു ഉള്ളിന്റെ ആഗ്രഹമാണ് അമ്മ അറ്റ്ലീസ്റ്റ് വെച്ചിട്ട് ഒരു അറിവായപ്പം കൊണ്ടിരുത്താം എന്നുള്ള രീതിയിൽ അല്ലെ? പക്ഷെ മഞ്ജരിക്കും ഇഷ്ടമായിരുന്നു. പിന്നെ അത് യൂസ്ഡ് ആയതായിരിക്കാം. പക്ഷെ ചേച്ചി അത് ഫോഴ്സ്ഡ് ആയിരുന്നു. കാരണം നമുക്ക് നമ്മൾ ഈ ഓടിപ്പോയി ഫോഴ്സ്ഡ് ആണ്, കറക്റ്റ് ആണ്. ബട്ട് സ്റ്റിൽ പോകെ നമുക്കത് ഫോഴ്സ്ഡ് ആയിട്ട് വന്നാലും ചിലത് അത് നമുക്ക് ഇണങ്ങണം എന്നില്ലല്ലോ. ഇല്ല, ഞാൻ ഐ തിങ്ക് എനിക്ക് അങ്ങനത്തെ ഒരു ബോധോദയൊക്കെ ഉണ്ടായത് മേ ബി 10ാം ക്ലാസ് 11ാം ക്ലാസ് ഒക്കെ 15 വയസ്സിലെത്തി അത്ര ആയപ്പോഴാണ്. ബിക്കോസ് സീരിയസ്നെസ് അതുവരെ അമ്മയ്ക്ക് വേണ്ടി പഠിച്ചു. ഞാൻ പഠിക്കും, എന്നെ പാടാൻ വിട്ടാൽ ഞാൻ അത് പഠിച്ച് പാടിയിട്ടേ വരുള്ളൂ. പക്ഷെ എനിക്കായിട്ട് ഞാൻ എന്റെ പാഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പോക്ക് ഒന്നായിരുന്നില്ല. കാരണം എനിക്ക് ഒന്നിനോടൊരു പാഷൻ ഇല്ല. എനിക്ക് ആകെ ഭക്ഷണത്തിനോട് താല്പര്യമുള്ളൂ. ഞാനൊരു ഭക്ഷണപ്രിയായിരുന്നു. പണ്ടേ സ്കൂളിലെ ടീച്ചേഴ്സ് ചോദിച്ചിരുന്നു വൈ ഡു യു ലിവ്? ഞാൻ പറഞ്ഞു ഐ ലിവ് ടു ഈറ്റ് എന്ന്. അപ്പൊ എനിക്ക് അത്രയും ഫുഡിനോടായിരുന്നു എന്റെ ആകെപ്പാടെയുള്ള ഒരു എൻജോയ്മെന്റ്. നല്ല ഫുഡ് കാണുമ്പോൾ ഇരുന്ന് കഴിക്കുക, പിന്നെ കാർട്ടൂൺസ് കാണുക, അല്ലെങ്കിൽ റിലാക്സ്ഡ് ലൈഫ്. അല്ലാതെ എനിക്ക് മ്യൂസിക് പാഷൻ അല്ലെങ്കിൽ പഠിത്തം പാഷൻ അങ്ങനെയൊന്നും ഇല്ല. ചെയ്യുന്ന കാര്യം ചെയ്യും,
അതിനോട് എയിം അങ്ങനെ ഒന്നുമില്ലായിരുന്നു. ഇല്ല. ഞാൻ ഇൻഫാക്ട് ഞാൻ തന്നെ ആലോചിച്ചിട്ടുണ്ട്, എൻ്റെ അമ്മ എനിക്ക് ഇങ്ങനെ ഒരു ബാക്ക് ബോൺ ആയിട്ടൊരു സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഞാൻ മ്യൂസിഷ്യൻ ആവില്ലായിരുന്നു. ബിക്കോസ് നാട്ടിലെ വിമൻസ് കോളേജിലാണ് ഞാൻ വന്ന് കോളേജ് ജോയിൻ ചെയ്യുന്നത് മ്യൂസിക്. ആ ജോയിൻ ചെയ്തത് പോലും അമ്മയുടെ ഇഷ്ടമായിരുന്നു. ഇത് പഠിക്കണം, മ്യൂസിക് പഠിക്കണം. അപ്പൊ അങ്ങനെ ആണ് മ്യൂസിക്കിലേക്ക് തിരിഞ്ഞത്. സപ്പോർട്ട് എങ്ങനെയായിരുന്നു? അച്ഛൻ ഒരുപാട് എൻ്റെ കരിയർ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹമുള്ള ആളാണ്, പക്ഷെ പ്രകടിപ്പിക്കാൻ ഒരുപാട് ഭയം ഉണ്ടായിരുന്നു. കാരണം അച്ഛൻ ഫോഴ്സ്ഫുൾ ആയിട്ട് പറയുമോ എന്നുള്ളൊരു പേടി. അച്ഛൻ ഞാൻ ഒരു പ്രാവശ്യം അച്ഛൻ ഞാൻ പാടിക്കൊണ്ടിരിക്കുമ്പം ക്യാമറയിൽ ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അന്ന് ഞാൻ തെറ്റിച്ചു. അപ്പൊ അതോടെ അച്ഛന് പിന്നെ ഒരു ടെൻഷനായി, അച്ഛന് കോൺഷ്യസ് ആയി. അപ്പം അത് കാരണം ഒരു ബാഡ് എഫക്റ്റ് ഉണ്ടാവരുത് പാട്ടിൽ. അതുകൊണ്ട് അച്ഛൻ എപ്പോഴും ഒരു പടി ബാക്കിലേക്കേ നിൽക്കുള്ളൂ, ബട്ട് ആസ്വദിക്കും, ഇഷ്ടമാണ്. അച്ഛൻ്റെ അഭിപ്രായം എന്താണ്? ശരിക്കും ഇപ്പോഴാണ് അഭിപ്രായം പറഞ്ഞു തുടങ്ങിയത്. പണ്ട് അഭിപ്രായം അച്ഛൻ പറയില്ല. അപ്പൊ ഞാൻ അല്ലെങ്കിൽ അച്ഛന് താല്പര്യമൊന്നുമില്ല. പക്ഷെ അമ്മ എന്നോട് പറയും, പാട്ടിനെ പറ്റിയൊക്കെ അച്ഛൻ എന്നോട് പറയാറുണ്ട്. അച്ഛൻ ഇപ്പം എന്താണെങ്കിലും പ്രോഗ്രാം വരുന്ന കാര്യം, അത് റീടെലികാസ്റ്റ്, എല്ലാ കാര്യവും അച്ഛനാണ് എല്ലാം നോക്കും. പക്ഷെ എന്നോട് അത് അധികം പ്രകടിപ്പിക്കാറുണ്ടായിരുന്നില്ല. പിന്നെ അത് പതുക്കെ മാറി പറഞ്ഞു തുടങ്ങി. അച്ഛനും ഭയങ്കര ഇഷ്ടമാണ് മ്യൂസിക്. അച്ഛനും ഇഷ്ടമാണ്. അച്ഛനിടയ്ക്ക് പാടും, അച്ഛനും അമ്മയും എല്ലാരും ഇരുന്ന് പാടും എന്ന് വെച്ചാൽ വീട്ടിൽ വന്നാൽ ഞങ്ങൾക്കൊക്കെ ഒന്ന് ആസ്വദിക്കാം. എല്ലാവർക്കും പാടാം. പാട്ട് അറിയാത്ത ആൾക്കാരും എല്ലാവർക്കും പാടാം. അല്ല, അതിനു മുമ്പ് എനിക്കൊരു വലിയ എന്താ പറയാ നന്ദി പറയണം. എന്തറിയോ, പാട്ടിന്റെ ABCD അറിയാത്ത എന്നെ കൊണ്ടല്ലേ ശരത് സാറും മഞ്ജരി കൂടെ പാടിച്ചിട്ട് നാട്ടുകാർ എന്നെ കല്ലെറിഞ്ഞില്ലെന്നേ ഉള്ളൂ കേട്ടോ. മഞ്ജരിക്ക് എങ്ങനത്തെ ടൈപ്പ് ഓഫ് പാട്ടാ ഇഷ്ടം? റാപ്പാണോ? ഞാൻ എല്ലാ പാട്ടും കേൾക്കും. അത് ഓരോ സമയത്ത് ഓരോ പോലെയാണ്. ചില സമയത്ത് ഈ മഴയൊക്കെ പെയ്യുമ്പോ മെലഡീസ്, നമ്മുടെ ജോൺസൺ മാഷിന്റെ ഒക്കെ പാതിര പുള്ളുണർന്നു പരൽ മുല്ലക്കാടുണർന്നു പാഴ്മുളം കൂട്ടിലെ കാറ്റുണർന്നു, അതില് ചന്ദനജാലകം തുറക്കൂ, ആ ലൈൻസ് ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ. അപ്പൊ ഞാൻ ഇരുന്ന് ഇങ്ങനത്തെ പാട്ടുകൾ കേൾക്കാൻ എനിക്ക് ഇഷ്ടമാണ്. ചില സമയത്ത് ലൈൻസ് പോലും ഭയങ്കര മീനിങ് ഫുൾ. എത്ര നേരമായി ഞാൻ കാത്തു നിൽപ്പു, ഒന്നിങ്ങു നോക്കുമോ പൂന്തിങ്കളേ, ഇതൊക്കെ ഈ പാട്ടുകള്. പിന്നെ സംടൈംസ് ലൈക്ക് വിശ്വം കാക്കുന്ന നാഥ, അങ്ങനത്തെ പാട്ടുകളൊക്കെ ഡിവോഷണൽ സോങ്സ്, അതൊക്കെ ഭയങ്കര മൂഡ് ലിഫ്റ്റേഴ്സ് ആണ്. കറക്റ്റ്. എനർജി ഗിവിംഗ് പാട്ട്. എനർജി. ഇപ്പൊ പാടിയൊന്നും പാടിയേ? ഏതാ? വിശ്വം കാക്കുന്നത്. വിശ്വം കാക്കുന്ന നാഥ വിശ്വൈകനായക, ആത്മാവിലെരിയുന്ന തീയണയ്ക്കൂ, നിന്നാത്മചൈതന്യം നിറയ്ക്കൂ, ആത്മചൈതന്യം നിറയ്ക്കൂ. ഇതൊക്കെ കേൾക്കുമ്പോ സത്യം ഞാൻ മഞ്ജരീനെ അങ്ങ് നെത്തെടുത്തോണ്ട് പോയാലോ എന്ന് ആലോചിക്കുക. ആവശ്യമുള്ളപ്പോ ടേപ്പ് ഓണാക്കുന്ന പോലെ മഞ്ജരീനെ ഒന്ന് കുത്തിവിടാം. ഈ ഫസ്റ്റ് പാടിയപ്പോ ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഹൗ യു ഗോട്ട് ദ ചാൻസ്? എങ്ങനെ അത് പാടി? ആ ഒരു ഫിയർ, ഇപ്പത്തെ പിള്ളേരൊക്കെ സ്റ്റേജ് വന്ന് നിൽക്കുന്ന പോലത്തെ ഒരു ഫിയർ ആയിരുന്നോ അന്ന്? സ്റ്റേജ് ഫിയർ ഞാൻ ഈ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളുടെ ഒരു പാഷൻ എന്ന് പറഞ്ഞു പോയതല്ല, നമ്മളെ അവിടെ കൊണ്ട് നിർത്തിയതാ. അതുകൊണ്ട് ആ ഫിയർ ഇല്ല. കാരണം നമ്മൾ പോകുന്നു, ഒരു സംഭവം പറഞ്ഞു ചെയ്യുന്നു. അപ്പൊ ആ മൈൻഡിൽ അങ്ങനത്തെ ഒരു ഫിയർ ഇല്ല. ബട്ട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത ഒരു ടൈമുണ്ട്. അതായത് നമ്മള് കുറെ സ്റ്റേജിലൊക്കെ പാടുന്നുവെങ്കിലും ആദ്യമായിട്ട് എനിക്കൊരു സിനിമയിൽ പാടണം എന്ന് പറഞ്ഞ് ഇട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. എന്ന് വെച്ചാൽ സിനിമയിൽ പാടാൻ പറ്റുമോ? കാരണം സിനിമ എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഭയങ്കര ഒരു എനർജിയാണ്. നമ്മൾ വലിയ സ്ക്രീനിൽ കാണുന്ന ആക്ടേഴ്സ്, പാട്ട് ഒക്കെ. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു സ്ട്രഗിൾ പീരീഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് മ്യൂസിഷ്യൻസ് പറഞ്ഞിരുന്നു, നിങ്ങൾ പാട്ട് പാടി റെക്കോർഡ് ചെയ്ത് കാസറ്റിലോ CD-യിലോ ഒക്കെ ആക്കിയിട്ട് അത് കൊടുക്കൂ, എല്ലാ വോയിസ് ടെസ്റ്റ് പോലെയൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടാൽ അവർ വോയിസ് ടെസ്റ്റ് അലൗ ചെയ്യും എന്നുള്ള രീതിയിൽ. അപ്പം ഞാനും അച്ഛനും കൂടി ചെന്നൈ മുഴുവനും നടന്ന് കുറേ സ്റ്റുഡിയോസിൽ ഇതുപോലെ പല ടൈപ്പ് സോങ്സ്
ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം, തമിഴ്, അറബിക് ഇങ്ങനെ പലതൊക്കെ പാടിയിട്ട് ഒരു ഇതിലാക്കി നമ്മുടെ ഒരു വേഴ്സിറ്റാലിറ്റിക്ക് വേണ്ടിയിട്ടാണ് അത് കൊടുക്കുന്നത്. അപ്പൊ ഇതെല്ലാ സ്ഥലങ്ങളിലും കൊണ്ട് എല്ലാ സ്റ്റുഡിയോസിലും കൊടുത്തു. അപ്പൊ അവരൊക്കെ വിളിക്കുന്നു വിചാരിച്ചു. പക്ഷെ ആരും നമുക്ക് വിളിയൊന്നും വന്നില്ല. കാരണം അത് ജസ്റ്റ് ഒരു സേയിങ് അല്ല, ആരും ഇരുന്ന് കേൾക്കാനൊന്നും പോകുന്നില്ല. അപ്പം നമ്മള് പോയി ഇത് കൊടുത്തു. അപ്പം വല്ലാണ്ട് ഇങ്ങനെ വിഷമിച്ച് ഇരുന്ന ഒരു ടൈമൊക്കെ ഉണ്ട്. ബട്ട് പല മാജിക്കൽ മൂമെന്റ്സ് പോലെയാണ് ഓരോ സോങ്സും എനിക്ക് വന്നത്. ഞാൻ തീരെ പ്രതീക്ഷിക്കാത്ത മൊമെന്റ്സിലൊക്കെയാണ്. ഇപ്പം ഞാൻ എപ്പോഴും അതിശയിച്ച് ചിന്തിച്ചത് രവീന്ദ്ര മാസ്റ്ററുടെ ഒക്കെ പാട്ടുകൾ ഒരിക്കലും നമുക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റുന്നോ പാടാൻ പറ്റുന്നോ വിചാരിച്ചതാണ്. ഓഫ്കോഴ്സ് ഞാനൊരു TV പ്രോഗ്രാമിൽ ഒരു പാട്ട് ചുമ്മാ പാടി. അപ്പൊ ഇത് ടെലികാസ്റ്റ് ഇന്ന ദിവസം വരും എന്ന് പറഞ്ഞു. അന്നൊന്നും നമുക്ക് ഇപ്പൊ ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഇല്ല, ഒന്നുമില്ല. നമുക്ക് അവരെ മീറ്റ് ചെയ്യാനുള്ള സാഹചര്യം പോലും ഇല്ല. അപ്പൊ ഇത് TV-യിൽ വരുമ്പോൾ ഞാൻ മനസ്സുകൊണ്ട് ഇങ്ങനെ ഇത് രവീന്ദ്ര മാഷെ കണ്ടിരുന്നെങ്കിൽ ഒരു വോയിസ് ടെസ്റ്റിന് എനിക്ക് പോകാൻ പറ്റുമായിരുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചിരുന്നു. പക്ഷെ ഈ പാട്ട് കഴിഞ്ഞ ഉടനെ എനിക്ക് ഫസ്റ്റ് കോൾ വരുന്ന രവീന്ദ്ര മാഷെ. എനിക്ക് ഐ ഡോണ്ട് നോ ഇത് എങ്ങനെ സംഭവിച്ചു. ശരിക്കും പേടിച്ചു, എന്ത് വിശ്വസിക്കാൻ പറ്റത്തില്ല, ഞുള്ളി നോക്കുന്നു. എനിക്ക് വിശ്വസിക്കാനേ പറ്റിയിട്ടില്ല. എനിക്ക് ഇപ്പോഴും അറിഞ്ഞൂടാ അത് എങ്ങനെയാ സംഭവിച്ചു എന്നുള്ളത്. ദൈവം കേട്ടിട്ടുണ്ടാവോ? ദൈവം കേൾക്കാതെ വേറെ ഒരു വഴിയില്ല, ആരും റെക്കമെൻഡേഷൻ ഇല്ല അവിടെ. ഇല്ല. എന്നോട് ഞാൻ രവീന്ദ്ര മാഷാണ് മോളെ, രവി അങ്കിളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചു. ഞാൻ കിളി പോയ അവസ്ഥയിൽ വിശ്വസിക്കാൻ പറ്റുന്നോ എന്നെയോ ഇപ്പോഴും. അപ്പൊ അങ്ങനെ കുറെ എക്സ്പീരിയൻസ്. ഇപ്പൊ രാജാ സാറിന്റെ അടുത്ത് പാടിയതായാലും എല്ലാം. ആ ഒരു എക്സ്പീരിയൻസ് പറയോ സാറിന്റെ അടുത്ത് പാടിയ? സാറിനെ നേരിട്ട് കാണാന്ന് പറയാ എത്രയോ ആൾക്കാർ അവിടെ ക്യൂ നിൽക്കുന്നു എന്ന് വെച്ചാൽ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യമാണ്. കാണാൻ ആൾക്കാരെല്ലാരും അദ്ദേഹത്തെ ഒന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അത്രയും ആഗ്രഹം. അപ്പൊ ഞാൻ ഈ പറഞ്ഞ മാതിരി അവിടെ CD കൊണ്ടുപോയി. എനിക്കൊന്നും നടന്നില്ല. പക്ഷെ അവിടെ തൊട്ടടുത്തൊരു കുഞ്ഞൊരു ഗണപതി ക്ഷേത്രം ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ഞാൻ സ്റ്റുഡിയോന്റെ പ്രസാദ് സ്റ്റുഡിയോന്റെ നേരെ പുറത്ത്. അപ്പൊ അവിടെ പ്രാർത്ഥിച്ചിട്ട് ഒരു കോയിനൊക്കെ ഒഴിഞ്ഞിട്ടിട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോയി. ദൈവമേ മിന്നിച്ചേക്കടേ പോയി. അതൊന്നും കോളൊന്നും വന്നില്ല. പക്ഷെ നാട്ടിൽ ഇതുപോലെ പാവക്കിനാവ് എന്ന് പറഞ്ഞ ഒരു സീരിയൽ, അതിന്റെ ടൈറ്റിൽ ട്രാക്ക് പാടാൻ വേണ്ടിയിട്ട് ഗിരീഷ് പുത്തഞ്ചേരി സാർ, അദ്ദേഹത്തിന്റെ മ്യൂസിക്കും ലിറിക്സും ആയിരുന്നു. അദ്ദേഹത്തിന്റെ അടുത്ത് പാടാൻ വേണ്ടി പോയപ്പം അദ്ദേഹം പറഞ്ഞു, മോളെ ഞാനിങ്ങനെ ഇളയരാജ സാറിന്റെ അടുത്ത് പോകുന്നുണ്ട്, 2 മാസം കഴിഞ്ഞിട്ട് ഇന്ന ഡേറ്റിന് ഞാൻ വിളിക്കുക, അവിടെ വരൂ, ഒരു വോയിസ് ടെസ്റ്റ് ചെയ്യുന്നു. ഞാൻ അപ്പോഴും വിചാരിച്ചു അല്ല, പക്ഷെ വിശ്വാസമായില്ല. ഞാൻ വിചാരിച്ചു ചുമ്മാ ആയിരിക്കും, ആവണമെന്നില്ലല്ലോ. കാരണം നമുക്ക് ചുമ്മാ ഒരു പാട്ട് ഇഷ്ടപ്പെട്ടു, ഒരാളെ എൻകറേജ്മെന്റ് പോലെ പറഞ്ഞു പോവാലോ. പക്ഷെ കൃത്യം ആ ഡേറ്റ് ആയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞു ഓർമ്മയുണ്ടോ ഇന്ന ഡേറ്റിന്, അപ്പം മോളൊരു കാര്യം ചെയ്യൂ, നാളെ എത്തിക്കോ, ഒന്നും പ്രതീക്ഷിക്കൊന്നും വേണ്ട, സാറിന് ഇഷ്ടപ്പെട്ടാൽ പാടിക്കും, ഒരു വോയിസ് ടെസ്റ്റ് കണ്ടു ലോട്ടറി കാണുന്ന തന്നെ ഒരു ലോട്ടറി അടിക്കില്ല എന്ന് പറഞ്ഞു. അപ്പം ചെന്നു. അങ്ങനെ അവിടെ ചെന്ന് ഫസ്റ്റ് ഡേ ചെന്നു. അവിടെ എന്തോ സ്ട്രൈക്ക്. അപ്പം വീണ്ടും വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഈ വെയിറ്റിങ്ങിലാണ് ഏറ്റവും നമുക്കൊരു വല്ലാത്തൊരു ഫീലിംഗ്. അടുത്ത ദിവസം ചെന്നിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഒരു ഡോറുണ്ട്. ആ ഡോറ് തുറന്നിട്ട് ആര് വരുമ്പോഴും രാജാ സാറാണെന്ന് വിചാരിച്ച് എണീറ്റ് നിൽക്കും ഞാൻ. രാജാ സാറല്ല, അടുത്ത ആള് വന്നു. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞപ്പോ സാർ അതുവഴി നടന്ന് ഇന്ന് ഇറങ്ങി പോയി. ഞാൻ അറിഞ്ഞില്ല. അത് കഴിഞ്ഞ് അപ്പൊ ഈ മറ്റേ ട്രെയിൻ വന്ദേ ഭാരത് പോകുന്ന പോലെയാ പോയത്. എല്ലാരും പുറകെ സ്പീഡിൽ പോയി. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ അവിടെ ഒരാള്, ഞാൻ ചോദിച്ചു എന്താ സംഭവം? രാജാ സാർ അതാ ഇപ്പൊ ഉള്ളിലേക്ക് പോയി. സാറ് പോയോ? ഞാൻ കണ്ടില്ല. പിന്നെ ഞാൻ കുറെ നേരം നിന്നു അവിടെ വെയിറ്റ് ചെയ്തു. അപ്പം സാർ അതുവഴി ഇങ്ങനെ വന്നപ്പോൾ ഈ കുട്ടിയാണോ പാടുന്നത്? ഓക്കെ വരൂ, വോയിസ് ടെസ്റ്റിന് വരൂ എന്ന് പറഞ്ഞിട്ട് നേരെ സാറിന്റെ പൂജാമുറി ഉണ്ട്. അവിടെ സാർ ഹാർമോണിയൊക്കെ വെച്ചിരുന്നു. അപ്പൊ എല്ലാരും കിടുകിടാ വരയ്ക്കുക അവിടെ. എന്ത് പാടും ചോദിച്ചു. അപ്പൊ ഞാൻ സാർ ഞാനൊരു കീർത്തനം പാടാന്ന് പറഞ്ഞിട്ട് ഞാൻ 2 വരി ഒരു കീർത്തനം പാടി. ഓക്കെ എന്ന് പറഞ്ഞു, പൊക്കോന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കഴിഞ്ഞു. അപ്പൊ നേരെ ഡോറിന്റെ പുറത്ത് പോയി അവിടെ ഇങ്ങനെ നിന്നു. എന്താന്ന് അറിയില്ലല്ലോ, റിസൾട്ട് അറിയില്ലല്ലോ. അത് കഴിഞ്ഞപ്പോ ഡോറ് തുറന്നു. എല്ലാരും വീണ്ടും അതേപോലെ പോകുന്നു. ഇതെന്താ ഇവിടെ സംഭവം? അപ്പൊ ഞാൻ ചോദിച്ചു, ആരെങ്കിലും ഒന്ന് പറയൂ, എന്താ സാറ് പാടിക്കുവോ? പറഞ്ഞ ആ പാട്ട് പഠിച്ചോളാം പറഞ്ഞു. അതാ ഒരു പാട്ട് പഠിച്ചോ. സാറ് പറഞ്ഞു ഓക്കെ ആണ്, ഈ കുട്ടി പാടിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഒരു ചിരി കണ്ടാൽ എന്ന് പറഞ്ഞ പാട്ട് എനിക്ക് കിട്ടിയത്. അപ്പൊ ആ പടത്തിൽ അതിനുശേഷം രാജാ സാറിന്റെ കൂടെ ഒരു ഡ്യുവറ്റും പാടി, ഒരു ഗ്രൂപ്പ് സോങ്ങും പാടി. എന്നിട്ട് വെയിറ്റ് ചെയ്ത് നെക്സ്റ്റ് ഡേ 2 തമിഴ് പാട്ടും പാടി സാറിന്റെ ഇതില്. ഒരു ലോട്ടറി അടിച്ചത് 5 പാട്ട്. ഒരു മ്യൂസിക്കിനെ കുറിച്ച് നല്ല അറിവുണ്ട് മഞ്ജുരയ്ക്ക്. ഗസൽ അറിയാം, കർണാട്ടിക് അറിയാം, ഹിന്ദുസ്ഥാനി അറിയാം. ഇതിനെ കുറിച്ച് എല്ലാം നല്ല അറിവുള്ള ഒരു വ്യക്തിക്ക് ഫ്യൂച്ചർ
ഒരു മ്യൂസിക് കമ്പോസ് ചെയ്യാൻ താല്പര്യമുണ്ടോ? ഡയറക്ഷൻ? ചേച്ചി ഞാൻ ആക്ച്വലി മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുണ്ട്. നമ്മളാരും അറിഞ്ഞില്ലല്ലോ. ഞാൻ ഫിലിമില് ഞാൻ ആണ് എന്ന് പറഞ്ഞ ഒരു സിനിമ, അത് IFFK-ലൊക്കെ വന്ന പടാണ്. അപ്പം അതൊരു അങ്ങനത്തെ ഒരു മൂവിയാണ്. സജിത മഠത്തിലാണ് അത് എഴുതിയത്. അവരും നമിത പ്രമോദുമാണ് അഭിനയിച്ചത്. സിദ്ധാർത്ഥ് ശിവയാണ് ഡയറക്ട് ചെയ്തത്. അപ്പൊ ഞാൻ അതിലൊരു പാട്ടേ ഉള്ളൂ അതില്. അതേപോലെ ഫെസ്റ്റിവൽ മാത്രം വന്നൊരു സംഭവമാണ്. അപ്പൊ ആ മൂവി അതിലൊരു പാട്ട് ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് അവർ പറഞ്ഞു, നിങ്ങൾ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൂടി ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അതും കൂടി ഞാൻ ചെയ്തു. ആ മൂവിയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക്കും ചെയ്തു. അപ്പൊ അതെനിക്കൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ഒരു കാര്യം പഠിക്കുമ്പോൾ ഒരു മ്യൂസിക് ഡയറക്ടർ എന്തുമാത്രം എഫേർട്ട് എടുക്കുന്നുണ്ടെന്നുള്ളത് ഐ ഗോട്ട് ടു നോ. അപ്പൊ മനസ്സിലായി ത്രൂ എക്സ്പീരിയൻസ്. അപ്പം അതായിരുന്നു എൻ്റെ ഫസ്റ്റ് മൂവി. അതല്ലാതെ ഞാൻ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള മ്യൂസിക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗസലുകൾ ഞാൻ 4 ഗസൽ കമ്പോസ് ചെയ്തിട്ട് ഹിന്ദിയിൽ അവർക്ക് വേണ്ടിയിട്ട് വേറൊരു ചാനലിന് വേണ്ടിയിട്ട് ചെയ്തു കൊടുത്തതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മ്യൂസിക് അറിയാത്ത ഒരു ആൾക്കാർക്കാണെങ്കിൽ അതിന്റെ നമ്മൾ ആസ്വദിച്ചതല്ലാതെ ഇത്രയും ഡീറ്റെയിലിംഗ് ഒരിക്കലും പോയിട്ടില്ല. ഐ എം സോ ഹാപ്പി. മഞ്ജരി ഒരു കാര്യം ചെയ്യട്ടെ, ഞാൻ വിളിച്ചോണ്ട് പോട്ടെ, നമുക്ക് പോവാം, ഞാൻ ഭക്ഷണം കൊണ്ട് തരാം, നമുക്ക് അവിടെ നിന്ന് കുറച്ച് പാട്ട് പാടിയാൽ ഇവിടെ ഇരുന്നാ പറ്റിയല്ലോ. സ്പെഷ്യൽ അതെ, പക്ഷെ ഇന്ന് വെജിറ്റേറിയൻ ആയതുകൊണ്ട് നമ്മൾ ഹെൽപ്ലെസ് ആണ്. പക്ഷെ എന്നെ വഴക്ക് പറയരുത്. പക്ഷെ ഞാൻ മനുഷ്യർക്ക് വാക്ക് പറഞ്ഞതുപോലെ തന്നെ നോൺ വെജ് നിറച്ച് പൊങ്കലാണല്ലോ. അതെ, വെജ് മതി. വേറൊരു ദിവസം നമുക്ക് ഈ ടേബിൾ നിറച്ച് നോൺ വെജ് ഉണ്ടാക്കിയിട്ട് നിറച്ച് പാട്ടുപാടി ഞാൻ ഒരെണ്ണം ഉണ്ടാക്കി ഇങ്ങനെ തരും. അപ്പൊ മഞ്ചേരി പാടും, പിന്നെ ഞാൻ വേറെ ഉണ്ടാക്കും. അങ്ങനെ നമുക്ക് ചെയ്യാം. ഇപ്രാവശ്യം നമുക്ക് ദൈവികമായിട്ട് പോവാം. അത് പോട്ടെ, മഞ്ചേരി ഭയങ്കരമായിട്ട് ചോക്ലേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. എനിക്ക് സത്യം പറഞ്ഞാൽ ചോക്ലേറ്റ് ഉണ്ടാക്കാൻ അറിയില്ല. അതിശയിക്കണ്ട, ശരിക്കും അറിയില്ല. അതിന്റെ ഷേപ്സ് ഒക്കെ അതറിയാം, അല്ലാതെ കിട്ടുമല്ലോ, അതറിയാം. പക്ഷെ ഹൗ യു മേക്ക് ചോക്ലേറ്റ്സ്? എനിക്ക് ചോക്ലേറ്റ്സ് ഷുഗർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഒരു ഇടയിൽ ഈ എല്ലാവരും ഷുഗർ കട്ടും ഇതൊക്കെ പറഞ്ഞ് ഭയങ്കര ഹെൽത്തി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഇതുപോലെ കുറേ റിസർച്ച് ഇങ്ങനെ ചെയ്തു. എനിക്കും ഐ ലൈക്ക് കുക്കിംഗ്, ഐ ലൈക്ക് ടു ഈറ്റ്, ഐ ലൈക്ക് ടു കുക്ക് ആൻഡ് ഈറ്റ്. അപ്പോൾ അതുപോലെ ഞാനിങ്ങനെ കുറെ നോക്കിയപ്പം ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് വെച്ചിട്ട് കുറെ പേര് ഇതുപോലെ സംസാരിക്കുന്നതൊക്കെ കണ്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ട്രൈ ചെയ്തുകൂടാന്ന് വെച്ചിട്ട് നട്ട്സ് വെച്ചിട്ട് ഡേറ്റ്സും ശർക്കരയും വെച്ചിട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കി. എങ്ങനെ? എന്റെ റേഷ്യോസ് ഒന്ന് പറഞ്ഞ് എങ്ങനെ? അതായത് ഇവിടെ ഇപ്പം ആ ചോക്ലേറ്റ് ഉണ്ടാക്കിയത് എങ്ങനെയാന്ന് ഞങ്ങൾക്ക് മനസ്സിലാവണം, അതേപോലെ എക്സ്പ്ലെയിൻ ചെയ്താൽ. ഓക്കെ, ട്രൈ ചെയ്യാം. അതായത് നമ്മളൊരു പാൻ ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഇപ്പൊ നട്ട്സ് ഏതൊക്കെയാണ് നമുക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളത്, ഹെൽത്തി ആയിട്ടുള്ള, ഇപ്പൊ ലൈക്ക് ഞാൻ എടുത്തത്, ഞാൻ മഖാന എടുത്തു, ബദാം, കാഷ്യൂ. മഖാന കിട്ടുമോ? മഖാന കിട്ടും, കിട്ടും, പാക്ഡ് ആയിട്ട് കിട്ടുമല്ലോ. ലോട്ടസ് സീഡാണ് അത് ശരിക്കും. അപ്പൊ അത് എല്ലായിടത്തും കിട്ടുന്നുണ്ട് ഇപ്പം. ബദാം, കാഷ്യൂ, പിന്നെ ഡേറ്റ്സ്, പിസ്ത, അതുപോലെ വേറെ വാൾനട്ട്സ് വേണമെങ്കിൽ വാൾനട്ട്സ് എടുക്കാം. എന്താണോ അവൈലബിൾ അതനുസരിച്ച്. അപ്പൊ അത് ഏതിന്റെ ടേസ്റ്റ് ആണ് കൂടുതൽ ഇഷ്ടം അതിനനുസരിച്ച് റേഷ്യോ ചേർക്കാം. അപ്പൊ ഇവ ബദാം ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ആ ബദാമിന്റെ ഫ്ലേവർ കുറച്ച് ഹെവിയാണ്. അതേപോലെ കാഷ്യൂ കുറച്ച് എക്സ്ട്രാ കൂടിക്കഴിഞ്ഞാൽ കാഷ്യൂവിന് ഒരു വേറെ തന്നെ ഒരു ടേസ്റ്റ് ഉണ്ട്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഞാൻ അതുകൊണ്ട് കാഷ്യൂ കുറവാ എടുത്തത്. ബദാം ഇസ് ഗുഡ്, അതുകൊണ്ട് ബദാം. മഖാനയ്ക്ക് വലിയ ഒരുപാട് അങ്ങനത്തെ ഒരു ടേസ്റ്റ് ഇല്ല, അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്ത് ആ പാനിലേക്ക് ഒരു പിടി എടുത്ത് കാഷ്യൂസ് ഇടും, മഖാന ഇട്ടു, പിന്നെ കുറച്ച് ബദാം, സീഡ്സോ, പിസ്ത, കുറച്ച് പിസ്തയും കൂടെ പൊടിച്ചു. അതൊന്നും ഇട്ടില്ല. അത് നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ എന്തും അതിൽ ഇടാം. ഇത് ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്ത് വരണം. ഹീറ്റ് ചെയ്ത് വന്ന് കഴിയുമ്പോൾ അത് മിക്സിയിൽ ഒന്ന് അടിക്കുക. മേക്ക് ഇറ്റ് എ ഫൈൻ പൗഡർ ഓർ പൗഡർ ആവും, അല്ലെങ്കിൽ അത് പേസ്റ്റ് ആവാം. അതിൽ വാട്ടർ ഇല്ലെങ്കിലും ഈ സീഡ്സിനകത്തൊക്കെ ഓയിൽ ഉണ്ട്. അപ്പൊ ആ ഓയിൽ പേസ്റ്റ് ആവണം. അത് ഷുഡ് ബി പൗഡറിയോ പേസ്റ്റോ ഏതായാലും, കാരണം എന്തായാലും അത് മോൾഡിലേക്ക് ഇടും. അപ്പൊ അത് നമ്മൾ ആ മിക്സിയിലിട്ട് അത് ഗ്രൈൻഡ് ചെയ്യുമ്പോഴത്തേക്ക് ഈ സൺഫ്ലവറും മറ്റേതും എല്ലാം മറ്റേ സീഡ്സ് ഒക്കെ ഇടുമ്പോഴത്തേക്ക് ഓയിലി എഫക്റ്റ് വരും, ഭയങ്കരമായിട്ട് അത് ഓയിലി ആവും. അതുകൊണ്ട് ഞാൻ പിന്നെ ആ
ഭാഗത്തോട്ട് പോയില്ല. ഞാൻ ഇത് മാത്രം കുറച്ച് അലങ്കാരമുള്ള വസ്തുക്കൾ കണ്ടാൽ മനസ്സിലാവുന്ന സാധനങ്ങൾ മാത്രം ഇട്ട് അടിച്ച് മിക്സിയിലിട്ട് അടിച്ചിട്ട് അത് മോൾഡിലേക്ക് അത് നല്ല ഒരു പേസ്റ്റായി വരും. അതിനകത്തേക്ക് ഇനി സെപ്പറേറ്റ് ഇതായി കഴിയുമ്പോൾ ഡേറ്റ്സും കൂടി, ഡേറ്റ്സ് എങ്ങനെ അത് ഹോൾഡ് ചെയ്യുന്ന ഫാക്ടർ അല്ല, അത് അതിന് ആ ഒരു ബൈൻഡിങ് ഫാക്ടർ ആയതുകൊണ്ട് ഡേറ്റ്സ് കുരു കളഞ്ഞ് എത്രയോ നമുക്ക് എങ്ങനെയാണോ നമ്മുടെ ഷുഗർ ഇഷ്ടം എന്നുള്ളത് നോക്കിയിട്ട് അപ്പൊ ഒരു 4-5 മെയിൻ ഷുഗർ കണ്ടന്റ് അതാണ് ഷുഗർ ഇതിലുള്ള. അപ്പൊ അതെടുത്ത് അതും കൂടെ ഇതിൽ മിക്സിയിലിട്ട് ഇത് ഒരുമിച്ച് ആവുമ്പോഴത്തേക്ക് അത് നല്ല പോലെ ഒരു ബൈൻഡിങ് ഏജന്റ് ആയിട്ട് അത് വർക്ക് ആവും. പിന്നീട് അത് എല്ലാം ഈ മോൾഡിലിട്ട് ഫ്രീസ് ചെയ്യുക. കുറച്ചു നേരം ഫ്രീസ് ചെയ്ത് കഴിയുമ്പോൾ അത് ഒന്ന് ഒരുപാട് കട്ടിയാവില്ല. അപ്പൊ ആവശ്യത്തിന് പാകത്തിനൊരു അതെടുത്ത് പൊട്ടിപ്പോവില്ല. മാറ്റി വെച്ചിട്ട് വേറെ ഒരു പാത്രത്തില് നമ്മള് ബട്ടർ, പിന്നെ കൊക്കോ പൗഡറും ശർക്കര ഇത് മൂന്നും കൂടി നമ്മൾ മിക്സ് ചെയ്ത് നല്ല ഈക്വൽ റേഷ്യോയില്. ശർക്കര കുറച്ച് എക്സ്ട്രാ വരും, കൊക്കോ പൗഡർ കുറച്ച് മതി, അല്ലെ വളരെ അധികം ചോക്ലേറ്റ് അതിനൊരു ടേസ്റ്റ് കടുപ്പം കൂടിപ്പോവും. അതെല്ലാം കൂടെ നല്ല ഒന്നുകിൽ ബട്ടർ അല്ലെങ്കിൽ നെയ്യ്. ഞാൻ യൂസ് ചെയ്തത് നെയ്യാ, അതും വീട്ടിൽ പ്രിപ്പയർ ചെയ്ത നെയ്യാ യൂസ് ചെയ്തത്, മറ്റേ കടയിലെത്തത് വേണ്ടാന്നുകൊണ്ട് അവ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് അതൊരു നല്ലൊരു ലൂസ് ഒരു പേസ്റ്റ് ആവും. ശർക്കര നമുക്ക് ഉരുക്കിയെടുക്കാം, ബിക്കോസ് അത് ചിലപ്പം കട്ടയിൽ നിൽക്കുമ്പോൾ നമുക്ക് ആ കൺസിസ്റ്റൻസി കിട്ടണമെന്നില്ല. സോ അതൊന്ന് ഉരുക്കിയെടുത്ത് കഴിഞ്ഞാൽ അത് നല്ലപോലെ ഈ ഫ്രോസൺ ആയിട്ടുള്ള ഐറ്റം അതിനെ ഡിപ്പ് ചെയ്ത് കോട്ട് ചെയ്ത്, അതായത് ഒരു പ്ലേറ്റ്, ഇതുപോലെ ഒരു പ്ലേറ്റിൽ ബട്ടർ പേപ്പർ ഒക്കെ വെച്ച് ഇത് കോട്ട് ചെയ്തിട്ട് ആ പേപ്പറിലോട്ട് ഓരോന്ന് ഡിപ്പ് ചെയ്യുക എടുത്ത് വെക്കുക. അപ്പൊ അതിനെ വെച്ചിട്ട് ഫ്രീസറിൽ വെക്കുക, ഫ്രിഡ്ജിൽ വെച്ചാൽ അത് നല്ല ഷേപ്പ് ആവും. ഗുഡ് അല്ലേ? ഞാൻ ഫസ്റ്റ് ടൈം ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണോ? ഞാനും ട്രൈ ചെയ്യാം, ഡെഫിനറ്റ്ലി ചെയ്യും. ഇനിയിപ്പോ കൊച്ചിന് അങ്ങ് പൊങ്കൽ കൊടുക്കാൻ പോവാ. കാര്യം അത് മുളക് ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്തായാലും മഞ്ചേരി കഴിച്ചിട്ട് പറയും വെൺപൊങ്കൽ എങ്ങനെയാണ്. ഇറ്റ്സ് ഫാമിലി ഓഫ് കേർഡ് റൈസ്, പക്ഷെ കേർഡ് ഇല്ലാന്നേ ഉള്ളൂ അല്ലേ? ഒന്നുകൂടെ നോക്കട്ടെ, ഞാൻ ഇപ്പം ആ ചമ്മന്തി മിക്സ് ചെയ്ത് കഴിച്ചു, ചമ്മന്തി ഇല്ലാതെ കഴിച്ചു നോക്കണം. then only you'll realize. ജീരകം ഉണ്ട്. ജഡ്ജാ ഞാൻ പറഞ്ഞുതരാം. നൈസ്, ഭയങ്കര ഒരു ഏതൊക്കെയോ ഒരു സാദം പോലെ ഒരു. എനിവേ താങ്ക് യു വെരി മച്ച്. ഈ പറഞ്ഞ ഇത്രയും സുന്ദരിയായിട്ട് ഒരു ദേവിയുടെ രൂപത്തിലൊക്കെ വന്നിരുന്ന് ഞങ്ങളോട് ഒത്തിരി നേരം സംസാരിച്ചു. ഞങ്ങളുടെ ഈ പാട്ടിന്റെ സത്യം പറഞ്ഞാൽ ഇതൊരു കുക്കറി ഷോ ആണോ തന്നെ ഒരു സംശയം ഉണ്ടായിരുന്നു. ഇത് മൊത്തം പാട്ടായിരുന്നു. എൻ്റെ മൈ ഫേവറേറ്റ് ആയിട്ട് എൻ്റെ 2 ഫേവറേറ്റ് സോങ് ആണ് ബഡേ അച്ചേ ലഗ്തേ ഹൈ ആൻഡ് ദിസ് വൺ തൂ തൂ തൂ. എന്നെ രസമല്ലേ ആ പാട്ടൊക്കെ കേട്ടാലും. മഞ്ചേരിനെ ഞാൻ അങ്ങ് കൊണ്ടുപോവുക. ഇനി പറഞ്ഞിട്ടും നിർത്തിയിട്ടും ഒന്നും കാര്യമില്ല. ഞാൻ ഫുഡ് ഉണ്ടാക്കും, മഞ്ചേരിനെ ടേപ്പ് ഓൺ നടക്കും. അതന്നെ. എനിവേ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. ദിസ് ഇസ് വെരി വെരി നൈസ്. ഞാൻ സത്യത്തില് ആദ്യമായിട്ടാണ് വെൺപൊങ്കൽ കഴിക്കുന്നത്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഡീടോക്സ് പോലെ കഴിക്കാവുന്ന ഒരു ഫുഡായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം നമുക്ക് ഒരുപാട് ഇപ്പം മസാലാസ് ഇല്ലാതെ എല്ലാരും ഈ ഫാസ്റ്റ് ഫുഡും നമ്മള് ഷോസിനായാലും എവിടെ പോകുമ്പോഴും ഒരുപാട് ഇങ്ങനെ പുറത്തെ ഫുഡ് കഴിച്ച് അപ്പൊ ശരിക്കും ഇത് ഒരു വയറിന് നല്ല സുഖമുള്ള ഒരു ക്ലെൻസിങ് ഫീല് കിട്ടും. റൈസ് അല്ലേ ഇത്? ദാലുണ്ട്, ദാൽ ഫീൽ ചെയ്തു എനിക്ക്. ഇറ്റ്സ് വെരി നൈസ്. അത് നല്ല. ആൻഡ് താങ്ക്സ് ഫോർ ബീനേച്ചി ഓൾസോ. എനിവേ താങ്ക് യു വെരി മച്ച് മോളെ. താങ്ക് യു. അപ്പൊ ഇന്ന് ശരിക്കും നമ്മുടെ എന്താ പറയാ പൊങ്കൽ ദിവസമാണ്. അത് മാത്രമല്ല മകരജ്യോതിയുള്ള ദിവസമാണ്, മകരവിളക്ക് കാണുന്ന ദിവസമാണ്. അപ്പൊ ഈ എല്ലാം പ്രകാശമാണ്. ഇത് ഭഗവാൻ സൂര്യന് നേദിക്കുന്ന നിവേദ്യമാണ്. അതേപോലെ മഞ്ജരിയുടെ ലൈഫിൽ ആ ഒരു പ്രകാശം ഇനിയുള്ള ലൈഫിൽ അതുണ്ടാവട്ടെ എന്ന് നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം. മഞ്ജരിക്ക് മാത്രമല്ല, നമ്മളും സ്വാർത്ഥരാണ് അല്ലേ? നമ്മുടെ ഓരോരുത്തരുടെ ലൈഫിലും എല്ലാവർക്കും നല്ല എന്താ പറയാ പ്രകാശപൂർണമായിട്ടൊരു ജീവിതം മുമ്പോട്ട് വരട്ടെ എന്ന് പൂർണ്ണമായി എന്താ പറയാ നിറഞ്ഞ ഹൃദയത്തോടുകൂടി തന്നെ ഞാൻ എല്ലാവർക്കും ആശംസിക്കുകയാണ്. ഇതേപോലെ
പുതിയ റെസിപ്പീസ് പഠിക്കാനുള്ള അവസരം ആനീസ് കിച്ചണിലൂടെ മാത്രമേ കിട്ടുകയുള്ളൂ. പുതിയ അതിഥികളുടെ വിശേഷവും പാട്ടുകൊണ്ട് നിറഞ്ഞൊരു സദസ്സും ആനീസ് കിച്ചണിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ പുതിയ സസ്പെൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചെറുത് ഗുഡ് ബൈ. Annie's Kitchen. Let's cook with love.